തരത്തിലുള്ള മനോവേദനകൾ അനുഭവിച്ചിട്ടുള്ളവരും അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ അനുഭവിച്ച അഥവാ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മനോവേദന ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഒരുപക്ഷെ നമ്മൾ അനുഭവിച്ച അഥവാ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരം അനാഥത്വ ചിന്ത ആകാൻ പാടുണ്ട്. എന്ന് വെച്ചാൽ എന്നെ മനസ്സിലാക്കുവാൻ, അംഗീകരിക്കുവാൻ, ആദരിക്കുവാൻ, സ്നേഹിക്കുവാൻ, ആവശ്യ നേരത്ത് സഹായിക്കുവാൻ, തളരുമ്പോൾ ഒന്ന് താങ്ങി നിർത്തുവാൻ, മനസ്സ് പതറുമ്പോൾ പോട്ടെ സാരമില്ല എന്ന് എന്നോടൊന്ന് പറയുവാൻ, ഓരോരോ പ്രശ്നങ്ങളിൽ തട്ടി വീണു പോകുമ്പോൾ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ, കരയുമ്പോൾ ഒന്ന് കണ്ണുനീര് തുടച്ചു തരുവാൻ, കണ്ണുനീരിൻ്റെ കാരണങ്ങളെ മാറ്റിക്കളയുവാൻ എനിക്ക് ആരുമില്ലല്ലോ എന്ന ഒരു ചിന്ത അഥവാ ഒരു തിരിച്ചറിവ് നൽകുന്ന മനോവിഷമം, ഇതായിരിക്കും നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മനപ്രയാസം. ചോദിച്ചാൽ നമുക്കെല്ലാവരും ഉണ്ട്. പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ ആരുമില്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥ. ഞാൻ ഒരു കാലത്ത് വിചാരിച്ചിരുന്നു സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്തവർക്ക് മാത്രമാണ് ഈ അനാഥത്വത്തിൻ്റെ ചിന്ത ഉള്ളത് എന്ന്. എന്നാൽ പിന്നീട് നിരവധി വ്യക്തികൾ പറയുന്നത് കേട്ടപ്പോൾ, അതിനേക്കാൾ ഉപരി ചില ജീവിത അനുഭവങ്ങളിലൂടെ ഞാൻ തന്നെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ആരുമില്ലല്ലോ എന്ന ചിന്ത അനാഥരായിട്ടുള്ളവർക്ക് മാത്രമുള്ളതല്ല, സ്വന്തമെന്ന് പറയാൻ എല്ലാവരും ഉള്ളവർക്കൂടി ഉള്ള ഒരു അനുഭവമാണെന്ന്. എനിക്ക് ആദ്യമായി ഇങ്ങനെ ഒരു തിരിച്ചറിവ് വന്നത് ഒരിക്കൽ സങ്കടം പറയാൻ വന്ന ഒരു വ്യക്തി എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്നാണ്. ചോദ്യം ഇതായിരുന്നു: അച്ഛാ, എല്ലാവരും ഉണ്ടെങ്കിലും നമുക്കൊക്കെ ചിലപ്പോൾ ആരുമില്ല എന്ന് തോന്നാൻ പാടില്ലേ? ആ ഒരു ചോദ്യം മുതൽക്കാണ് ഈ എല്ലാവരും ഉള്ള ആരുമില്ലാത്തവരെ പറ്റി ഞാൻ ഗൗരവത്തോടെ ചിന്തിക്കുന്നത്. എല്ലാവരും ഉള്ള ആരുമില്ലാത്തവർ, സാമാന്യ ബുദ്ധി വെച്ച് നോക്കിയാൽ, യുക്തി വെച്ച് ചിന്തിച്ചാൽ, ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ ഇതൊരു വിരോധാഭാസമാണ്. കാരണം എല്ലാവരും ഉള്ള ഒരാൾക്ക് ആരുമില്ലാത്തവനും ആരുമില്ലാത്തവളുമാകാൻ പറ്റില്ല. എന്നാൽ ന്യായവും യുക്തിയും വിട്ട് ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നു എല്ലാവരും ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ആരുമില്ല എന്ന ഒരു ശക്തമായ ചിന്ത, ഒരു തിരിച്ചറിവ്, ഒരു വേദന ഉണ്ടാകുന്നു. ഭാര്യയോടൊപ്പം ജീവിക്കുന്ന അനാഥരായ ഭർത്താക്കന്മാരുണ്ട്, ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന അനാഥരായ ഭാര്യമാരുണ്ട്, മാതാപിതാക്കളുണ്ടായിട്ടും അനാഥത്വം അനുഭവിക്കുന്ന മക്കളുണ്ട്, മക്കളുണ്ടായിട്ട് ഒരുപക്ഷെ മക്കളുടെ കൂടെ കഴിഞ്ഞിട്ടും ആരുമില്ലാത്തവരെ പോലെ ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ജന്മം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിട്ടും ആർക്ക് വേണ്ടി നന്മയും സേവനവും കഷ്ടപ്പാടും ചെയ്തുവോ അവരാൽ തന്നെ തിരിച്ച് മുറിവേൽപ്പിക്കപ്പെട്ടതിൻ്റെ പേരിൽ ആരുമില്ലാത്തതിൻ്റെ വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് കൂടുക. പലപ്പോഴും അവർ വഴക്കാണ്, പക്ഷേ അന്ന് വഴക്ക് കുറച്ച് കൂടിപ്പോയി. ഈ വഴക്ക് ശക്തിപ്പെട്ടു വന്നപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, മനുഷ്യ, കെട്ടിയവനെ വിളിക്കുന്നതാ, മനുഷ്യ, അന്ന്, അതായത് എൻ്റെ കല്യാണ ആലോചന നടക്കുന്ന കാലത്ത് എത്രയോ നല്ല ചെറുക്കന്മാർ എന്നെ കാണാൻ വന്ന നിങ്ങൾക്കറിയാം, എന്നിട്ട് നിങ്ങളെ കെട്ടാനാണല്ലോ എനിക്ക് തോന്നിയത്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞതാ. ഇത് കേട്ടപ്പോൾ ആ ഭർത്താവിന് തോന്നിയ ആ വേദനയ്ക്കാണ് ഞാൻ ഈ അനാഥത്വം എന്ന് പറയുക. ആ മനുഷ്യൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വലിയൊരു ദുഃഖസത്യം തിരിച്ചറിഞ്ഞു. എൻ്റെ കൂടത്തിൽ കഴിയുന്നത് ഇവളാണെങ്കിലും
അഥവാ ഇവളുടെ കൂട്ടത്തിൽ കഴിയുന്നത് ഞാനാണെങ്കിലും ഇവളുടെ മനസ്സിൽ കഴിയുന്നത് ഞാനല്ല എന്ന് മനുഷ്യൻ തിരിച്ചറിയാം. കൂടെ കഴിയുന്നത് ഞാനാണെങ്കിലും അവളുടെ മനസ്സിൽ കഴിയുന്നത് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു സങ്കല്പ പുരുഷനാണ്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ കേസുകെട്ടാണ്. അത് ഞാനല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു ഭർത്താവ് അനുഭവിക്കുന്ന ആ ആത്മനൊമ്പരത്തിനാണ് ഈ അനാഥത്വം എന്ന് പറയുക. ഈ ഭാര്യ ഈ ഒരു പ്രസ്താവന നടത്തുന്നതിന് ശേഷം പിന്നീട് ഒരിക്കലും ആ മനുഷ്യന് ആ ഭാര്യയോടൊപ്പം പഴയതുപോലെ നല്ല ഒരു ബന്ധത്തിൽ കഴിയാനായിട്ട് സാധിച്ചിട്ടുമില്ല. ഒരിക്കലൊരു ഭാര്യ സംസാരിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, അച്ഛാ, കല്യാണം കഴിഞ്ഞിട്ട് 15 കൊല്ലമായി. ഈ 15 കൊല്ലവും ഞങ്ങൾ ഒരേ വീട്ടിൽ ഒന്നിച്ചാണ് കഴിയുന്നത്. പക്ഷേ ഈ 15 കൊല്ലത്തിനിടയ്ക്ക് ഒരു ദിവസം പോലും ഒരു ഭർത്താവിൽ നിന്ന് ഒരു ഭാര്യ പ്രതീക്ഷിക്കുന്ന അംഗീകാരമോ ആദരവോ സ്നേഹമോ പരിഗണനയോ ശുശ്രൂഷയോ നല്ല വാക്കോ എനിക്ക് ലഭിച്ചിട്ടില്ല. മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും ഇതൊക്കെ ഒന്ന് അനുഭവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം, ഒരു കൊതി, ഒരു പ്രാർത്ഥന മാത്രമേ ഇന്ന് എനിക്കുള്ളൂ. ഈ കാര്യത്തിന് വേണ്ടി അച്ഛനും പ്രാർത്ഥിക്കണം. ഇപ്പം 15 കൊല്ലമായി ഭർത്താവിനോടൊപ്പം ഒരേ വീട്ടിൽ കഴിഞ്ഞിട്ടും ആ സ്ത്രീ അനുഭവിക്കുന്ന ആ വലിയ ആത്മനൊമ്പരത്തിൻ്റെ പേരാണ് ഈ അനാഥത്വം എന്ന് പറയുന്നത്. ഒരിക്കലൊരു വികാരി അച്ഛനുണ്ടായ അനുഭവം ഞാൻ പറയാം. അച്ഛൻ ഒറ്റയ്ക്ക് ഒരു പള്ളി നോക്കുകയാണ്. അസിസ്റ്റൻ്റ് വികാരിയില്ല, അച്ഛന് കുശലിക്കാരനില്ല, ആ ഇടവകയിൽ കോൺവെൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് അച്ഛൻ തനിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ ജീവിക്കുക. അപ്പോൾ അച്ഛൻ ഹൃദ്രോഗിയായി, ഒരു ഹൃദയത്തിന് ഓപ്പറേഷൻ വേണ്ടി വന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ മറ്റൊരു സ്ഥലത്ത് വിശ്രമിച്ചു. മറ്റാരെങ്കിലും അച്ഛന്മാരെ വന്ന് ഈ കുർബാന ചൊല്ലി പള്ളിക്കാരെ നടത്തി പോവുകയാണ്. അപ്പോൾ മനോഹരമായി പോയിക്കൊണ്ടിരുന്ന ഇടവക അച്ഛൻ്റെ അഭാവത്തിൽ സ്ഥിരമായി അച്ഛനില്ലാത്ത സാഹചര്യത്തിൽ അങ്ങോട്ട് തളരാൻ തുടങ്ങി. അച്ഛന് വിഷമമായി. ഞാൻ ഇത്ര കഷ്ടപ്പെടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഈ പ്രസ്ഥാനം തളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അച്ഛൻ പറഞ്ഞു, ഞാൻ എങ്ങനെയും അവിടെ പോയി ജീവിക്കാം, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ വ്യത്യാസമുണ്ട്. അങ്ങനെ അച്ഛൻ വന്ന പള്ളിയിൽ താമസിക്കുകയാണ്. കുർബാനയിലും അത്യാവശ്യ കാര്യമൊക്കെ നടത്തും. ബാക്കി സമയം ഇരിപ്പും കിടപ്പും. ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല, കൊടുക്കാൻ ആരുമില്ല, കുശലിക്കാരനില്ല. അപ്പം അച്ഛൻ രാവിലെ ഒരു നീണ്ട കഞ്ഞി വെക്കും. ഒരു ദിവസത്തേക്ക് മുഴുവൻ വേണ്ട കഞ്ഞി രാവിലെ അങ്ങ് വെക്കും. കറികളൊന്നും ഉണ്ടാക്കാൻ ആരോഗ്യമില്ല. കടയിൽ നിന്ന് അച്ചാർ കുപ്പി വാങ്ങി വെച്ചിരിക്കുക. ഈ രാവിലെ വെക്കുന്ന കഞ്ഞി ഈ അച്ചാറും തൊട്ടുകൂട്ടി 3 നേരവും കഴിച്ച് ആഴ്ചകളായിട്ട് അച്ഛനെങ്ങനെ ജീവിക്കുക. അങ്ങനെ ഇരിക്കെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്ന ഒരു ഇടവകക്കാരൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് അച്ഛനോട് അസൂയ തോന്നുന്നു. അച്ഛൻ അന്തം വിട്ടുപോയി. ഈ കോലത്തിലിരിക്കുന്ന എന്നോട് അസൂയ തോന്നാൻ എന്താ കാരണം? അച്ഛൻ ചോദിച്ചു, എന്താ ചേട്ടാ കാര്യം? ഇപ്പം ചേട്ടൻ പറഞ്ഞു, അതെ, അച്ഛന് ഭാര്യയില്ല, മക്കളില്ല, അസിസ്റ്റൻ്റ് വികാരിയില്ല, കുശലിക്കാരനില്ല. അതുകൊണ്ട് ഇഷ്ടമുള്ള ഭക്ഷണമുണ്ടാക്കി ഒറ്റയ്ക്ക് തിന്ന് അച്ഛന് ഇവിടെ കുശാലായിട്ട് ജീവിക്കാമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ മേലച്ച. ആ വികാരി അച്ഛൻ ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛ, ആ ചേട്ടനെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എൻ്റെ ചങ്ക് തകർന്നു പോയി. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്കിതുപോലെ മനപ്രയാസമുണ്ടായ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഇവർക്ക് വേണ്ടി ഇവിടെ ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് ഇവരെന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ആ വേദനയ്ക്ക് പറയുന്ന പേരാണ് അനാഥത്വം. ഈ അനാഥത്വത്തിൻ്റെ വേദനയിലൂടെ കടന്നു പോകുന്നവർ അനുഭവിക്കുന്ന മറ്റ് ചില മനപ്രയാസങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാണ് കടുത്ത സങ്കടം. വലിയ സങ്കടം അവരുടെ മനസ്സ് നിറഞ്ഞിരിക്കും. പിന്നെ വലിയ നിരാശ അവരിലുണ്ടാകും. എന്നാലും എൻ്റെ ജീവിതം എങ്ങനെ ആയിപ്പോയില്ലെന്ന് ഓർക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ വയ്യ. മൂന്നാമത്, അവർക്ക് മറ്റുള്ളവരോട് അസൂയ തോന്നും. കാരണം ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം നല്ലതാണ്, എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ കട്ടപ്പുകയായി. എനിക്ക് നിങ്ങളോട് അസൂയ, എന്നോട് തന്നെ എനിക്ക് സഹതാപം, എന്നോട് തന്നെ എനിക്ക് വെറുപ്പ്. നാലാമത്, ദൈവത്തോട് വലിയ വെറുപ്പുണ്ടാകും. ഞാൻ ഇത്ര നന്നായിട്ട് ജീവിച്ചിട്ട്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഈ സ്നേഹമെന്ന് പറയുന്ന ദൈവം എന്തുകൊണ്ട് എന്നോട് ഇത് ചെയ്തു? സഹിക്കത്തില്ല, മനസ്സിലാക്കത്തില്ല. അപ്പം ദൈവത്തോട് ദേഷ്യം. മറ്റൊന്ന്, മരിച്ചു കിട്ടണമെന്ന ആഗ്രഹം. എത്രയോ പേരൊന്ന് മരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ ആത്മാവിനെ ഓർത്ത്, നാണക്കേടോർത്ത് പേടിയാണ്. മരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നു. മരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാ? ജീവിതത്തിൻ്റെ ഈ അനാഥത്വത്തിൻ്റെ വേദന താങ്ങാൻ കഴിയാതെ. മറ്റു കുറേ പേരെങ്കിലും പോയി ആത്മഹത്യ ചെയ്യുന്നു. നാട്ടിൽ നടക്കുന്ന ഒരുപാട് ആത്മഹത്യകൾക്ക്
പല കാരണങ്ങളും പറയാമെങ്കിലും അടിസ്ഥാനപരമായ ഒരു കാരണം എൻ്റെ ആവശ്യ നേരത്ത്, എൻ്റെ പ്രതിസന്ധിയിൽ എന്നെ മനസ്സിലാക്കാൻ, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന ഒരു തിരിച്ചറിവ് നൽകുന്ന സമ്മർദ്ദമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞ ഒരു വചനം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത്. അത് യോഹന്നാൻ 14:18. യോഹന്നാൻ 14:18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എല്ലാവരും നിങ്ങളെ കൈവിട്ടെന്ന് വരും, ആരും മനസ്സിലാക്കില്ലെന്ന് വരും, തെറ്റിദ്ധരിച്ചെന്ന് വരും, കുറ്റപ്പെടുത്തിയെന്ന് വരും, ഒറ്റപ്പെടുത്തിയെന്ന് വരും. പക്ഷേ നിൻ്റെ ദൈവമായ കർത്താവായ ഞാൻ നിന്നെ അനാഥനും അനാഥയുമായി വിടുകയില്ല. നീ എൻ്റെ സ്വന്തമാണ്, ഞാൻ നിൻ്റെ സ്വന്തമാണ്. ഇതാ നിന്നെ ഞാൻ എൻ്റെ സ്വന്തമായി സ്വീകരിച്ചിരിക്കുന്നു. അപ്പം ആരും കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവം നമുക്കുണ്ട്. ആരും മനസ്സിലാക്കിയില്ലെങ്കിലും മനസ്സിലാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആരും സഹായിച്ചില്ലെങ്കിലും സഹായിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. തളരുമ്പോൾ വീഴാതെ താങ്ങി നിർത്താൻ ആരുമില്ലെങ്കിലും താങ്ങി നിർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പാപത്തിലോ നിരാശയിലോ ദുഃഖത്തിലോ ആന്തരിക മുറിവുകളിലോ സാമ്പത്തിക തകർച്ചകളിലോ വീണുപോയാലും പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരു കരമില്ലെങ്കിലും ഒരു ദൈവത്തിൻ്റെ കരം നമുക്കുണ്ട്. ഈ ദൈവമാണ് ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരും അനാഥയുമായി വിടുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ യേശു പറഞ്ഞു, ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്. യേശുക്രിസ്തു ഇപ്പോൾ ഇവിടെ വന്ന് എൻ്റെയും നിങ്ങളുടെയും മുഖത്ത് നോക്കി, ഇപ്പോൾ നീ ദുഃഖിതനാണ്, ഇപ്പോൾ നീ ദുഃഖിതയാണെന്ന് പറഞ്ഞാൽ സത്യമല്ലേ? ഞാൻ കൈപോക്കും. കർത്താവെ സത്യമാണെന്ന് പറഞ്ഞ് ഞാൻ കൈപോക്കും. കാരണം എൻ്റെ മനസ്സിൽ ദുഃഖമുണ്ട്. പല കാരണങ്ങൾ കൊണ്ടുള്ള ദുഃഖം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ദുഃഖമുണ്ട്. നിങ്ങളുടെ ദുഃഖത്തിന് നിങ്ങളുടേതായ കാരണങ്ങളുണ്ട്. നമ്മളെല്ലാം ദുഃഖിച്ചിരിക്കുന്നവരാണ്. കർത്താവ് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്. ദുഃഖിച്ചിരിക്കുന്ന നിങ്ങളെ ഞാൻ വ്യക്തിപരമായി കാണും. നിൻ്റെ അടുത്തേക്ക് ഞാൻ വരും. ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോൾ നിൻ്റെ ദുഃഖം നിന്നെ വിട്ടുപോകും. പകരം നിൻ്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകും. അപ്പോൾ ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ യേശുക്രിസ്തു വ്യക്തിപരമായി സന്ദർശിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ദുഃഖങ്ങൾ വിട്ടുപോവുകയും പകരം അവിടെ സന്തോഷമുണ്ടാവുകയും ചെയ്യും. ആ സന്തോഷത്തിനൊരു പ്രത്യേകത കൂടെ ഉണ്ടെന്ന് യേശു പറഞ്ഞു. ഇതാണ് ആ പ്രത്യേകത. ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ഏത് സന്തോഷം? എൻ്റെ സന്ദർശനം, അതായത് യേശുവിൻ്റെ സന്ദർശനത്തിലൂടെ യേശു നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്ന സന്തോഷം, അത് ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അതിൻ്റെ അർത്ഥം എന്താ? ആ സന്തോഷം, ദൈവം തരുന്ന സന്തോഷം ആരും എടുത്തു കളയില്ല. അതിൻ്റെ അർത്ഥം എന്താ? അതിന് പല അർത്ഥങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ അർത്ഥം, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സന്തോഷങ്ങളും ദൈവം തരുന്നതല്ല. ദൈവം തരാത്ത സന്തോഷങ്ങളുണ്ട്. ഈ സന്തോഷം എന്ന് പറയുന്നത് ഒരു കോവണിപ്പടി പോലെയാണ്. അതിന് പല തട്ടുകളുണ്ട്. സന്തോഷത്തിൻ്റെ ഏറ്റവും താഴ്ന്ന പടി, മുകളിലേക്ക് പടികൾ പോയി ഏറ്റവും ഉയർന്ന പടി. നമുക്ക് എളുപ്പത്തിന് സന്തോഷത്തിൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയെയും ഏറ്റവും ഉയർന്ന അവസ്ഥയും എടുക്കാം. സന്തോഷത്തിൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയെ നമുക്ക് മലയാളത്തിൽ രസം എന്ന് പറയാം. ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന പ്ലഷർ. സന്തോഷത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയെ ആനന്ദം എന്ന് മലയാളത്തിലും ജോയ് എന്ന് ഇംഗ്ലീഷിലും പറയാം. അപ്പോൾ രസവും ആനന്ദവും, പ്ലഷർ ആൻഡ് ജോയ്, ഇതാണ് സന്തോഷത്തിൻ്റെ അവസ്ഥ. ഈ രസം തന്നെ രണ്ട് തരമുണ്ട്. ഒന്ന്, പാപമല്ലാത്ത കാര്യങ്ങൾ നമുക്ക് തരുന്ന രസം. ഉദാഹരണത്തിന്, ഒരു നല്ല തമാശ കേട്ടു ഒരു രസം, ഒരു നല്ല ഭക്ഷണം കഴിച്ചു ഒരു രസം, ഒരു പിക്നിക്ക് പോയി ഒരു രസം, ഒരു നല്ല പൂവ് കണ്ട് ഒരു രസം. ഇങ്ങനെ പാപമല്ലാത്ത രസങ്ങളുണ്ട്. മറ്റ് ചില രസങ്ങൾ നമുക്ക് കിട്ടുന്നത് പാപത്തിലൂടെയാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ചെയ്യുന്ന ഒരുപാട് പാപങ്ങൾ പാപം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല, ദൈവത്തെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകണമെന്ന് ചെയ്യുന്നതല്ല. പ്രത്യുത പാപത്തിൻ്റെ രസം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. പല പാപങ്ങളും ചെയ്യുമ്പോൾ അത് നമുക്ക് അല്പം രസം തരുന്നുണ്ട്. ഉദാഹരണത്തിന്, ഈ പരദൂഷണം പറയുന്നത് എന്തിനാ? അത് പറയുന്നതൊരു രസം. പരദൂഷണം കേട്ട് നിൽക്കുന്നത് എന്തിനാ? അത് കേട്ട് നിന്നാൽ ഒരു രസം. മദ്യപിക്കുന്നവർ ചോദിക്കും, എന്തിനാ മദ്യപിക്കുന്നത്, എന്തിനാ പുകവലിക്കുന്നത്? ഒരു രസം.
ഈ കരിസ്മാറ്റിക് ധ്യാനം വന്ന പിന്നെ ഈ ബൈബിൾ വചനങ്ങൾ കുറേ എണ്ണം എല്ലാവർക്കും കാണാതറിയാം. ഈ ബൈബിൾ വചനങ്ങൾ പോലും സ്ഥാനത്തും അസ്ഥാനത്തും പറഞ്ഞ് കുത്തുവാക്കുകൾ പറഞ്ഞ് രസം കണ്ടെത്തുന്നവരുണ്ട്. ഉദാഹരണം, ഒരു വീട്ടിൽ കുടുംബം അടച്ച് കരിസ്മാറ്റിക് ധ്യാനം കൂടിയതാ. കുടുംബത്തിൽ സ്തുതിക്കുകയും പ്രാർത്ഥനയും കരമുയർത്തുകയൊക്കെ ചെയ്യും. പക്ഷെ അതേസമയം അമ്മയും മകളും കീരിയും പാമ്പും പോലെ പിണക്കത്തിലുവാ. അത്താഴത്തിന് ഓരോ ദിവസവും ഓരോരുത്തരും മാറി മാറിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു ദിവസം അമ്മ പറഞ്ഞ് മകളോട്, എടി ഇന്നത്തെ പ്രാർത്ഥന നീ ചൊല്ല്. അവൾ എഴുന്നേറ്റ് നിന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ എനിക്ക് വിരുന്നൊരുക്കി എൻ്റെ കർത്താവ് എന്ന് ഞാൻ സ്തുതിക്കുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അവൾ പറഞ്ഞത് ബൈബിൾ വചന. ഷീവയുടെ അത് പറഞ്ഞത് എന്തിനാ? അമ്മയ്ക്കിട്ടൊരു കൊത്ത്. എന്തിനാ? ഒരു രസം. ഒരല്പമെങ്കിലും രസം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരു രസം പോലും കിട്ടാതെ പോയ അവസരങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ രസത്തെ പറയുന്നത്. എന്നാൽ ആനന്ദമാകട്ടെ, അത് ദൈവം തരുന്നതാണ്. അത് ദൈവം തരുന്നതാണ്. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൽ തരുന്നതാണ്. കർത്താവ് ഞാൻ നിനക്ക് രസം തരാമെന്നല്ല പറഞ്ഞത്, ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം രസം കൊണ്ട് നിറയുമെന്നല്ല കർത്താവ് യേശു പറഞ്ഞത്. ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയും. ആ ആനന്ദം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. വാസ്തവത്തിൽ നമ്മൾ അധികം പേരുടെയും ജീവിതം ഇതുവല്ല ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ശൂന്യതയാണ്. ഒരുപാട് പാപത്തിൻ്റെ രസത്തിൻ്റെ പുറകെ നമ്മൾ അധികം പേര് പോകാറില്ല. അതേസമയം ദൈവം തരുന്ന ദൈവികമായ ആനന്ദം നമ്മൾ കണ്ടെത്തിയിട്ടുമില്ല. ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ശൂന്യതയാണ് പലപ്പോഴും നമ്മുടെ ജീവിതം. ഈ ശൂന്യതയെ വിട്ടിട്ട് നമ്മൾ ഒരുപാടുകൂടി ദൈവം തരുന്ന ആനന്ദത്തിൻ്റെ ലെവലിലേക്ക് വരണം. തന്നെയുമല്ല, ഈ ദൈവം തരുന്ന ആനന്ദം കണ്ടെത്തിയ വ്യക്തി വീണ്ടും പാപത്തിൻ്റെ രസത്തിലേക്ക് താഴുകയില്ല. താബോറബലിൽ വെച്ച് രൂപാന്തരപ്പെട്ട യേശുവിൻ്റെ മഹത്വത്തിൽ പങ്കുചേർന്ന സ്ത്രീകന്മാർ ഒരിക്കലും അനുഭവിക്കാത്ത ശ്രേഷ്ഠമായ ആനന്ദം അനുഭവിച്ചു. തുടർന്ന് അവർ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നമ്മളിവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് മൂശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്, ഒന്ന് നിനക്ക്. നിൻ്റെ കൂടെ ഞങ്ങളും അഡ്ജസ്റ്റ് ചെയ്തോളാം. ശ്രേഷ്ഠമായ ആനന്ദം കണ്ടെത്തിയ ആൾ, ഇതിനേക്കാൾ മഹത്തായ ഒന്ന് കണ്ടെത്തിയ ആൾ വീണ്ടും താഴേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. സെൻ്റ് അഗസ്റ്റിൻ വ്യഭിചാരം ചെയ്ത് നടന്ന മനുഷ്യനാണ്. മാനസാന്തരപ്പെട്ട് സെമിനാരിൽ പോയി മെത്രാനും ഒക്കെ ആയ ആളാണ്. മാനസാന്തരം കഴിഞ്ഞ് സെമിനാരിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു റോഡിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹവുമായി വ്യഭിചാരം ചെയ്തൊരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ വീണ്ടും അഗസ്റ്റിനെ പാപം ചെയ്യാൻ വിളിച്ചു. അഗസ്റ്റിൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല. അവർ നിർബന്ധിച്ചു. അഗസ്റ്റിൻ പറഞ്ഞില്ല. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, അതെ, നാളം വരെ നിങ്ങൾ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമായിരുന്നു. ഇപ്പം ഇതാ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ട് പോലും നിങ്ങൾ വരുന്നില്ല. നിങ്ങൾക്ക് എന്നാ പറ്റിയ മനുഷ്യനെ? അപ്പം അഗസ്റ്റിൻ പറഞ്ഞു, അതെ, പണ്ട് ഒരു രസത്തിന് എനിക്ക് നിന്നെയും നിന്നെപ്പോലെ ഉള്ളവരുടെ അടുത്ത് വരണമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കൂടാതെ തരുന്ന അതിനേക്കാൾ ശ്രേഷ്ഠമായ ദൈവം തരുന്ന ആനന്ദം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഞാനിപ്പോൾ പുതിയ അഗസ്റ്റിനാണ്, നീ ഇപ്പോഴും ആ പഴയ സ്ത്രീയാണ്, എനിക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ പോട്ടെ. അഗസ്റ്റിൻ നടന്നുപോയി. ശ്രേഷ്ഠമായ ആനന്ദം, ദൈവം തരുന്ന ആനന്ദം കണ്ടെത്തുന്ന വ്യക്തി വീണ്ടും പാപത്തിൻ്റെ രസത്തിലേക്ക് താഴുവാൻ തയ്യാറാവുകയില്ല. കർത്താവ് പറഞ്ഞതാണ്, ഞാൻ നിങ്ങൾക്ക് ശ്രേഷ്ഠമായ ആനന്ദം തരാം. എൻ്റെ സാന്നിധ്യത്തിലൂടെ, എൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ലോകത്തിന് തരാൻ കഴിയാത്ത, ലോകത്തിന് എടുത്തു മാറ്റാൻ കഴിയാത്ത സന്തോഷം ഞാൻ തരാം. മനുഷ്യരുടെ സന്തോഷം എടുത്തു മാറ്റാൻ കഴിയും. ഒരു ചെറിയ കാർമേഘം സൂര്യനെ മറച്ചാൽ ഭൂമിയിൽ നിഴലുണ്ടാകുമെന്ന് നമുക്കറിയാം. ഒരൊറ്റ കണ്ണുനീർത്തുള്ളി കണ്ണിൽ നിറഞ്ഞു നിന്നാൽ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകുമെന്ന് നമുക്കറിയാം. വളരെ സന്തോഷത്തിലിരിക്കുന്ന നമ്മളോട് ആരെങ്കിലും ഒരു പുളിച്ച വാക്ക് പറഞ്ഞാൽ നമ്മുടെ ആ ദിവസത്തിൻ്റെ സന്തോഷം മുഴുവൻ നഷ്ടപ്പെടുമെന്ന് നമുക്കറിയാം. അതേ, മനുഷ്യരുടെ സന്തോഷം എടുത്തു മാറ്റാൻ കഴിയും. എന്നാൽ മനുഷ്യരുടെ ഹൃദയത്തിൽ ദൈവം നിറയ്ക്കുന്ന സന്തോഷത്തെ എടുത്തു മാറ്റാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. മംഗളവാർത്തയുടെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ എലിസബത്തിന് മുമ്പിലെത്തിയ ദൈവമാതാവ് എന്താ പറഞ്ഞത്? എൻ്റെ ഹൃദയം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ആനന്ദിക്കാൻ പറ്റിയ യാതൊരു സാഹചര്യവുമില്ല, മൊത്തം പ്രതികൂല സാഹചര്യങ്ങളാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവുണ്ടായിരുന്നത് കൊണ്ട് ആ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ മാതാവ് സ്വർഗീയമായ സന്തോഷം അനുഭവിച്ചു. മാതാവ് പറയുകയാണ്,
എൻ്റെ ചിത്തം, എൻ്റെ മനസ്സ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. സർവ്വ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ എല്ലാ വിധത്തിലും ജനിക്കപ്പെടുന്നു. പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, സ്വന്തക്കാരും ബന്ധക്കാരും തള്ളിപ്പറഞ്ഞു, കപ്പൽ അപകടത്തിൽപ്പെട്ടു, ദിനരാത്രങ്ങൾ കടലിൽ ഒഴുകി നടന്നു. പക്ഷേ ഞങ്ങൾക്ക് മടുപ്പ് തോന്നുന്നില്ല. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിലുണ്ട്. ഐസയാസിൻ്റെ പുസ്തകം 49 അധ്യായം 15-16 വചനങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവളെ മറന്നാലും നിന്നെ ഞാൻ മറക്കുകയില്ല, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമല്ല, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ്. അത് മനുഷ്യൻ്റെ കാര്യത്തിലും അങ്ങനെയാ, പക്ഷികളുടെ കാര്യത്തിലും അങ്ങനെയാ, മൃഗങ്ങളുടെ കാര്യത്തിലും അങ്ങനെയാ. ഏറ്റവും വലിയ ബന്ധം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ്. രണ്ടാമത് മറക്കുക, ഉപേക്ഷിക്കുക. 2 വാക്കുകൾ, രണ്ടിനും 2 അർത്ഥമാണ്. മറക്കാൻ, ഉപേക്ഷിക്കുക. അമ്മയ്ക്ക് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറ്റും. എത്രയോ അമ്മമാർ സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു. അനാഥശാലയിൽ, കടത്തണ്ണയിൽ, ഓർഫനേജിൽ ഒക്കെ ഉപേക്ഷിക്കുന്നു. അതിനേക്കാൾ അധികം അമ്മമാർ അബോർഷൻ വഴി സ്വന്തം മക്കളെ ഉപേക്ഷിക്കുന്നു. കേരളത്തിൽ തന്നെ ഒരു 5-6 വർഷം മുമ്പ് മാതൃഭൂമി പത്രത്തിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് 8 ലക്ഷം അബോർഷനാണ് അന്ന് കേരളത്തിൽ ഔദ്യോഗിക കണക്കനുസരിച്ച് നടക്കുന്നത്. ഔദ്യോഗിക കണക്കിൻ്റെ 4 ഇരട്ടി അബോർഷൻ കണക്കിൽപ്പെടാതെ നടക്കുന്നുണ്ട്. ഒരു ഗുളിക വാങ്ങിക്കഴിച്ചാൽ പോലും അബോർഷൻ നടക്കും. ഇതൊന്നും ഒരു രേഖയിലും വരത്തില്ല. അബോർഷൻ ചെയ്തു കൊടുക്കുന്ന ധാരാളം ആശുപത്രികളിലെ ഡോക്ടർമാരുമുണ്ട്. അതൊക്കെ കള്ളരേഖയിൽ, രേഖയൊന്നുമില്ലാതെയാണ്. ലോകത്താകമാനം ഒരു വർഷം ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 കോടി കുഞ്ഞുങ്ങളെയെങ്കിലും അബോർഷൻ വഴി കൊന്നു കളയുന്നുണ്ട്. അമ്മയ്ക്ക് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ കഴിയും. ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് അമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിലും ആ കുഞ്ഞിനെ മറക്കാൻ അമ്മയ്ക്ക് കഴിയില്ല. ഉപേക്ഷിക്കാൻ കഴിയും, പക്ഷെ മറക്കാൻ കഴിയില്ല. ഞാൻ ഒരിക്കൽ എൻ്റെ അടുത്ത് സങ്കടം പറയാൻ വന്ന ഒരു സ്ത്രീ, മക്കളില്ലാത്തതിൻ്റെ സങ്കടം പറയാൻ വന്ന സ്ത്രീ പറയുക, പക്ഷേ അച്ഛാ, ഞാൻ 16 കൊല്ലം മുമ്പ് അബോർഷൻ ചെയ്ത കുഞ്ഞിനെ ഓർത്തിട്ട് അച്ഛാ ഇപ്പം ഞാൻ കരയുന്നത്. 16 കൊല്ലം മുമ്പ് കൊന്ന കുഞ്ഞിനെ ഓർത്തിട്ട് അച്ഛാ ഇപ്പം ഞാൻ കരയുന്നത്. സ്വന്തം മനസ്സാൽ കൊന്നതാ. ഒരു രൂപത്തിലും ഭാവത്തിലും അമ്മ ആ കൊച്ചിനെ ഒരിക്കലും കണ്ടിട്ടില്ല. ഒരിക്കലും കാണാത്ത, സ്വന്തം താല്പര്യപ്രകാരം കൊന്നുകളഞ്ഞ ആ കുഞ്ഞിനെ 16 കൊല്ലത്തിന് ശേഷം ഓർത്തിരുന്ന് കരയുന്ന അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ട് മറുപടി പറയാൻ പറ്റാതെ ഞാൻ തരിച്ചിരുന്നിട്ടുണ്ട്. കർത്താവ് പറയുകയാണ്, അമ്മ ഉപേക്ഷിക്കുക മാത്രമല്ല മറക്കുക കൂടി ചെയ്തെന്ന് വിചാരിച്ചു, എന്നാൽ പോലും എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം നീ എൻ്റേതും ഞാൻ നിൻ്റേതുമാണ്. ഇതായത് നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഈ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തുന്നത് എന്തിനാ? ഒന്ന് മറക്കാതിരിക്കാൻ, 2 മറന്നാലും ഓർക്കാൻ. എപ്പോഴും കൺമുമ്പിലുള്ള വിധം ദൈവം നമ്മളെ ദൈവത്തിൻ്റെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നു. സ്വാഭാവികമായിട്ടും ഞാനിത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരാവുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവം പോലും എന്നെ കൈവിട്ടുവെന്ന് നമ്മളെ ചിന്ത. വാസ്തവത്തിൽ ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. അഥവാ കൈവിട്ടുവെങ്കിൽ ദൈവത്തെ നമ്മളാണ് കൈവിട്ടത്. ധൂർത്തപുത്രനും അപ്പനും ഒന്നിച്ച് നടന്ന കാലമുണ്ടായിരുന്നു. ധൂർത്തപുത്രൻ അകലെ പന്നിക്കൂട്ടിലിരുന്ന് എൻ്റെ അപ്പൻ എന്നെ കൈവിട്ടെന്ന് പറഞ്ഞാൽ സത്യമല്ല, അവൻ അപ്പനെ കൈവിട്ട് പോവുക ചെയ്തത്. ഇതുപോലെ ഞാനും ദൈവവും തമ്മിൽ ഒന്നിച്ച് നടന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് ദൈവത്തെ കൈവിട്ട് ഞാനാണ് പോയത്. ദൈവം നിന്നിടത്ത് നിൽപ്പുണ്ട്. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ വീട്ടിൻ്റെ വാതിൽക്കൽ നിന്നിരുന്ന പോലെ നമ്മളെ കാത്ത് ദൈവം നിൽപ്പുണ്ട്. അപ്പം ദൈവമല്ല കൈവിട്ടത്, കൈവിട്ടെങ്കിൽ നമ്മൾ ദൈവത്തെയാണ് കൈവിട്ടത്. രണ്ടാമത്തത് നമ്മളൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവം എന്നെ സ്നേഹിച്ചാൽ എനിക്കൊരു സഹനവും ഉണ്ടാവില്ല എന്ന് നമ്മൾ ധരിക്കുന്നു. അതൊരു തെറ്റിദ്ധാരണയാണ്. ദൈവം സ്നേഹിക്കുമ്പോഴുന്നവരെയും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും സഹനം ഉണ്ടാവുകയില്ല എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. സഹനം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. സഹനത്തിൻ്റെ തീച്ചുളയിൽ വിശുദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞത്. അഗ്നിയിൽ സ്വർണ്ണമെന്ന പോലെ സഹനത്തിൻ്റെ തീച്ചുളയിൽ വിശുദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞത്. സഹനത്തിലൂടെ കടത്തിവിടുമെന്നാണ് പറഞ്ഞത്. മരുഭൂമിയിലോട്ട് പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സഹനം ദൈവം അനുവദിക്കും. സഹനം അനുവദിക്കുമ്പോൾ ദൈവം കൈവിട്ടുവെന്ന് അർത്ഥമില്ല. പരിശുദ്ധ മാതാവ് ഒരു പാപവും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ചെയ്യാത്ത വ്യക്തിയാണ്. പക്ഷെ നമ്മളൊക്കെ അത് സഹിച്ചില്ലേ? 12 സ്ലേഹന്മാരെ സർവ്വം ഉപേക്ഷിച്ച് പോയതല്ലേ? യേശു പറഞ്ഞതെല്ലാം ചെയ്തതല്ലേ? നമ്മളൊക്കെ സഹിച്ചില്ലേ? അപ്പോൾ സഹനം എന്ന് പറയുന്നത് ദൈവം കൈവിട്ടതിൻ്റെ അടയാളമല്ല. അങ്ങനെ എടുക്കരുത്.
ദൈവം സ്നേഹിക്കുമ്പോഴും ദൈവം സഹനം തരും. സഹനത്തിലൂടെ ദൈവം വിശുദ്ധീകരിക്കും. ഈ സഹനത്തിലുള്ള ദൈവം ചില നന്മകൾ നമുക്കുണ്ടാക്കും. അതുകൊണ്ട് നമ്മളെ കൈവിടാത്ത ഒരു ദൈവം നമുക്കുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. ഫ്രാൻസിസ് പിതാവ് പറഞ്ഞു, ഒരു പന്ത് കളി കാണുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരു ടീം ഒരു ബോൾ അടിച്ചു കഴിഞ്ഞാൽ എത്ര ആരവത്തോടെ നമ്മൾ അത് സപ്പോർട്ട് ചെയ്യും, നമ്മുടെ ടീമിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമോ, അതുപോലെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് പോലെ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ പ്രകടിപ്പിക്കണം. ഹല്ലേലൂയ. ഒരു കാര്യം ശാലോമിലെ ചെറുപ്പക്കാരെ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ മനസ്സുയർത്തി, നിങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയ കൈകൾ ഉയർത്തി, കരങ്ങൾ ചലിപ്പിച്ച്, ഹൃദയം തുറന്ന് ആരാധിച്ചാൽ ശക്തമായ ദൈവ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകും. ഹല്ലേലൂയ. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നുയെല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നുയെല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ഒരു ആത്മീയ ഉണർവിന് കൂടുതൽ സാധ്യതയേറി. സ്തുതിപ്പിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ ആത്മീയമായിട്ട് സ്തുതിക്കുമെങ്കിലും ശക്തമായ താളം മേള വാദ്യഘോഷങ്ങളോടെ സ്തുതിക്കേണ്ട ഒരു ആവശ്യകത ഞങ്ങളേറെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. Spirit of God, we worship you.